ഹെൽത്ത് സംബന്ധമായ അറിവുകൾ നേടാൻ ഗ്രീൻ ലിവിംഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇന്നത്തെ അനുദിന ജീവിതത്തിൽ സാധാരണ കേൾക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. കരളിലെ കോശങ്ങളിൽ ആരംഭിക്കുന്ന കാൻസറാണ് കരൾ കാൻസർ. നിങ്ങളുടെ കരൾ നിങ്ങളുടെ വയറിന്റെ മുകളിൽ വലതുഭാഗത്തും ഡയഫ്രത്തിന് താഴെയും വയറിനു മുകളിലുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഫുട്ബോൾ വലുപ്പമുള്ള അവയവമാണ്. കരളിൽ പലതരം കാൻസറുകൾ ഉണ്ടാകാം. ഏറ്റവും സാധാരണമായ തരം കരൾ കാൻസറാണ് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ. ഇത് പ്രധാന തരം കരൾ കോശത്തിൽ അഥവാ ഹെപ്പറ്റോസൈറ്റിൽ ആരംഭിക്കുന്നു. ഇൻട്രാഹെപ്പാറ്റിക് കോളാൻജിയോകാർസിനോമ, ഹെപ്പറ്റോബ്ലാസ്റ്റോമ പോലുള്ള മറ്റ് തരം കരൾ കാൻസറുകൾ വളരെ കുറവാണ്. കരളിലേക്ക് പടരുന്ന കാൻസറാണ് കരൾ കോശങ്ങളിൽ ആരംഭിക്കുന്ന കാൻസറിനേക്കാൾ സാധാരണം. ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് വൻകുടൽ, ശ്വാസകോശം അല്ലെങ്കിൽ സ്തനം ഇവയിൽ ആരംഭിച്ച് പിന്നീട് കരളിലേക്ക് പടരുന്ന കാൻസർ കരൾ കാൻസറല്ല, ഇതിനെ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് വിളിക്കുന്നു. മെറ്റാസ്റ്റാറ്റിക് കോളൻ കാൻസർ പോലുള്ള ഈ തരം കാൻസർ അത് ആരംഭിച്ച അവയവത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ലക്ഷണങ്ങൾ. പ്രാഥമിക കരൾ കാൻസറിന്റെ പ്രാരംഭഘട്ടത്തിൽ മിക്ക ആളുകൾക്കും ലക്ഷണങ്ങൾ ഉണ്ടാകില്ല. ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുമ്പോൾ അവയിൽ ഈ ലക്ഷണങ്ങൾ കാണാം. പെട്ടെന്ന് ശരീരഭാരം കുറയുക, വിശപ്പ് കുറയുക, വയറിന്റെ മുകൾ ഭാഗത്ത് വയറുവേദന, വലത് തോളിൽ വേദന, ഓക്കാനം, ഛർദി, ബലഹീനതയും ക്ഷീണവും അനുഭവപ്പെടുക, വയറിലെ വീക്കം, നിങ്ങളുടെ ചർമ്മത്തിലും കണ്ണുകളിലും മഞ്ഞ നിറം, വിളറിയ മലവിസർജനം എന്നിവയാണ്. ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ. സിറോസിസ് സാധ്യത കുറയ്ക്കുക. സിറോസിസ് കരളിന്റെ പാടുകളാണ്. ഇത് കരൾ കാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇനിപ്പറയുന്നവ ചെയ്താൽ നിങ്ങൾക്ക് സിറോസിസ് സാധ്യത കുറയ്ക്കാൻ കഴിയും. മിതമായ അളവിൽ മദ്യം കഴിക്കുക. നിങ്ങൾ മദ്യം കഴിക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന അളവ് പരിമിതപ്പെടുത്തുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതിനർത്ഥം ഒരു ദിവസം ഒന്നിൽ കൂടുതൽ പാനീയങ്ങൾ പാടില്ല എന്നാണ്. പുരുഷന്മാർക്ക് ഇതിനർത്ഥം ഒരു ദിവസം 2ൽ കൂടുതൽ പാനീയങ്ങൾ പാടില്ല എന്നാണ്. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക. നിങ്ങളുടെ നിലവിലെ ഭാരം ആരോഗ്യകരമാണെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണക്രമം തിരഞ്ഞെടുത്ത് ആഴ്ചയിലെ മിക്ക ദിവസവും വ്യായാമം ചെയ്തുകൊണ്ട് അത് നിലനിർത്താൻ ശ്രമിക്കുക. ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ദിവസവും കഴിക്കുന്ന കലോറിയുടെ എണ്ണം കുറയ്ക്കുകയും നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. സാവധാനം ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുക. ഓരോ ആഴ്ചയും 0.5 മുതൽ 1 കിലോഗ്രാം വരെ കുറയ്ക്കുക. താങ്ക് യു. ശുഭദിനം.